നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതി നോട്ടീസ്. നരേന്ദ്രമോദിയെ ചൌക്കീദാർ ചോർഹെ എന്ന് കോടതി പരാമർശിച്ചു എന്ന് പറഞ്ഞതിനാണ് രാഹുലിന് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ കോടതി ഇത്തരമൊരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പ്രതികരിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ പഠിച്ച പണി 18 പയറ്റി നോക്കുമ്പോഴും സ്വയം പണി വാങ്ങിക്കൂട്ടുക എന്ന ഭാഗ്യക്കേടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോഴുള്ളത്. റാഫേൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി ക്ലീൻ ചീറ്റ് നൽകിയതാണ് കോൺഗ്രസിനെ കോടതി നോട്ടീസ് വരെ കൊണ്ടെത്തിച്ചതിന്റെ തുടക്കം. കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെ കോൺഗ്രസ് റിവ്യൂ ഹർജി സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇതിന് മറുപടിയായി മോഷ്ടിക്കപ്പെട്ട രേഖകളും പരിശോധിക്കുമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. കോടതിയുടെ ഈ ഉത്തരവിനെ കൂട്ടുപിടിച്ച് മോദിയെ മുട്ടുകുത്തിക്കാൻ രാഹുൽ ശ്രമിച്ചു. ഈ ഉത്തരവിലൂടെ മോദി കള്ളനാണെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടെന്നാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ ഒരു റാലിയിൽ പങ്കെടുക്കവേ പറഞ്ഞത്. സർക്കാരിനെ കരിവാരി തേക്കാനുള്ള ശ്രമം എന്നാൽ പാളിപ്പോയി. കോടതിയുടെ പേരിൽ കൈവിട്ട പരാമർശം കേട്ട സുപ്രീം കോടതി രാഹുലിനെതിരെ നോട്ടീസ് അയക്കുകയാണുണ്ടായത്. BJP MP മീനാക്ഷി ലേഖിയാണ് രാഹുലിനെതിരെ കോടതിയലക്ഷ്യം ചുമത്തണം എന്ന ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. രാഹുൽ സ്വന്തം അഭിപ്രായം കോടതിയുടെ പേരിൽ ചുമത്തുകയാണെന്നും മീനാക്ഷി ലേഖി പറഞ്ഞു. മീനാക്ഷി ലേഖിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി ഇക്കാര്യം കോടതിയെ ബോധിപ്പിച്ചു. ഇതേ തുടർന്നാണ് കോടതി രാഹുലിനെതിരെ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചത്. കൂടാതെ വിവാദ പരാമർശത്തിൽ രാഹുൽ ഗാന്ധി വിശദീകരണം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ ഡിസംബറിൽ റാഫേൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകിയതോടെ റാഫേൽ കേസിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതായും അന്വേഷണം ആവശ്യമില്ലെന്ന വിധി പുനഃപരിശോധിക്കണമെന്നും പറഞ്ഞ് കോൺഗ്രസ് കോടതിയെ സമീപിച്ചിരുന്നു. റാഫേൽ അഴിമതിക്ക് പ്രായശ്ചിത്തമായി മോദി സർക്കാർ ഗംഗാസ്നാനം നടത്തേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ അഭിപ്രായപ്പെട്ടു. ഇങ്ങനെയാണ് തെറ്റായ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയെന്നാരോപിച്ച് സുപ്രീം കോടതിയിൽ കോൺഗ്രസ് റിവ്യൂ ഹർജി സമർപ്പിച്ചതും മോഷ്ടിക്കപ്പെട്ട രേഖകൾ പരിശോധിക്കുമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തത്. പ്രധാനമന്ത്രി ചൌക്കീദാർ ചോർഹെ എന്ന് പരാമർശിച്ച് തൊടുത്ത ഒളിയമ്പിനെ മോദി തന്നെ തടഞ്ഞു നിർത്തി കോൺഗ്രസിനെതിരെ തിരിച്ചുവിട്ടു. അങ്ങനെയാണ് BJP നേതാക്കൾ എല്ലാം ട്വിറ്റർ അക്കൗണ്ടിലെ തങ്ങളുടെ പേരിനൊപ്പം ചൌക്കീദാർ എന്ന് ചേർത്തത്. ഇതോടെ കോൺഗ്രസുകാരെല്ലാം അയ്യേ എന്നായിപ്പോയി. ഇതിൽ നിന്ന് മുഖം രക്ഷിക്കാൻ തക്കം നോക്കി നിന്ന രാഹുൽ പക്ഷേ കൂട്ടുപിടിച്ചത് കോടതിയായി പോയതാണ് രാഹുലിന് അബദ്ധം പിടഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.